നാടും നഗരവുമെല്ലാം വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇത്തവണത്തെ വിഷുവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണത്തെ വിഷുവിന് കണിക്കൊന്ന തേടി നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ മേടിച്ചു വെച്ചാൽ വാടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇത്തവണ തുണിയിലുള്ള കണിക്കൊന്നകൾ നമ്മുടെ വിപണിയിൽ റെഡിയാണ്. ഇത് മറ്റെങ്ങുമല്ല കിട്ടുന്നത്, നമ്മുടെ തിരുനക്കര അമ്പലത്തിന് മുൻഭാഗത്തെ ഒരു കടയിലാണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തകരമായ അല്ലെങ്കിൽ ഒരു പുതുമയാർന്ന ഒരു കണിക്കൊന്നകൾ ഇത്തവണ റെഡിയായിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത്തവണ വിപണികളിൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തകരമായ പല കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇവിടുത്തെ പ്രത്യേകതകളും ഈ വിഷു കാഴ്ചകളൊക്കെ നമുക്കത് കാണാം. ഇത്തവണത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സാധാരണ നമ്മളെ കൊന്ന ഒറിജിനലാണല്ലോ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ വന്നിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക് കോട്ടിങ്ങോടുകൂടി ഇത് വർഷങ്ങളോളം ഉപയോഗിക്കാം. ഇതിന് നിറം പോകത്തില്ല, ഗുണം പോകത്തില്ല, പിന്നെ വാടത്തില്ല. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ മേടിച്ചു വെക്കാം. അതാണ് ഇത് ഈ വർഷത്തെ ഇതിന്റെ ഒരു പ്രത്യേകത. ഈ വർഷം ഇത് ഇറങ്ങാൻ ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി. കൂടുതലായിട്ട് ഇത് പോകുന്നത് മറ്റ് സാധനം കിട്ടാനില്ല, ഒറിജിനൽ സാധനം കിട്ടാനിട്ടില്ല. പ്ലാസ്റ്റിക് അല്ല, ഇത് തുണിയാണ്. തുണി അത് കോട്ടിങ് അത് ഇറങ്ങിയിരിക്കുന്നതാണ്. റേറ്റും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു തണ്ടെന്ന് പറഞ്ഞാൽ ഒരു തണ്ട 3 ഇതാ വരുന്നത്. ഈ 3-ന് നമ്മളിവിടെ കിടക്കുന്നത് 30 രൂപ. അപ്പം 3 എണ്ണം എടുത്താൽ 100 രൂപ. അങ്ങനെ നിരക്കിലാണ് നമ്മൾ വിൽക്കുന്നത്. ഇതിനാ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ. മറ്റേത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇതിനാണ് വരുന്നത്. അത് നേരത്തെ ഇത് ആയിപ്പോയല്ലോ, ധാരാളം ആളുകൾ വരുന്നുണ്ട്. അത് തന്നെ. അതിപ്പോൾ രാവിലെ കൂടെ കുറേ ആൾക്കാർ വന്ന് ഉണ്ടാക്കി തീർന്നത് സംഭവം. അപ്പോൾ കുറച്ച് സംഭവം ഉള്ളായിരുന്നു. ഇത് കേരളത്തിൽ നിന്ന് തന്നെ വരുന്നതാണോ? ഇത് കേരളത്തിൽ നിന്ന് വരുന്നത്. ഇത് ചെന്നൈയിൽ നിന്നാണ് ശരിക്കും. കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. വിഷുക്കാലത്ത് മാത്രമാണോ? അല്ല, വിഷുവിന് മാത്രമല്ലാതെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ കല്യാണ പാർട്ടികളെ അതുപോലുള്ള ഫംഗ്ഷനുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കടകൾ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാറ്റമാണ്, അതെ, മാറ്റം തന്നെയാണ്. കൃഷ്ണന്മാർ നമുക്കിപ്പോൾ ഉള്ളത് ഫൈബറിൻ്റെ ഉണ്ട്, പൾപ്പിൻ്റെ ഉണ്ട്, പിന്നെ മണ്ണിൻ്റെ ഉണ്ട്, പിന്നെ മെറ്റലിൻ്റെ ഉണ്ട്. ഇങ്ങനെ ഒരു 6 ടൈപ്പോളം സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. അത് ഫൈബറിൻ്റെയാണ്. അതിന് താഴെ ഉള്ളതിന് 8,000 രൂപ, 6,000 രൂപ. പിന്നെ പൾപ്പിൻ്റെനാണ് ഏറ്റവും കൂടിയത് 2,500 രൂപയാണ്. പിന്നെ അതിൻ്റെ അനുസരിച്ച് താഴോട്ടാണ് കൂടുതലുമായിട്ട് പോകുന്ന ഫൈബറിൻ്റെയാണ് പോകുന്നത്. എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകതയൊന്നുമില്ല അതിന്. വിഷുവെന്ന് അങ്ങനെയൊന്നുമില്ല, അല്ലാതെ തന്നെ പോകും കൂടുതലായിട്ട്. അതെ, ഇപ്പൊ വിഷു സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇതോടനുബന്ധിച്ച് കണിക്കുള്ള സാധനങ്ങൾ, ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. കണിവെക്കുള്ള എല്ലാ സാധനങ്ങളും, മയിൽപ്പീലി, പിന്നെ പറ, അങ്ങനെ കുന്നിക്കുരു, മഞ്ചാടിക്കുരു, പിന്നെ മഞ്ഞപ്പട്ട, അങ്ങനെയുള്ള പിന്നെ വിഷു കണിക്ക് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്.